ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്സസൈസിൻ്റെ ആവശ്യകത ഏറ്റവും അധികം കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും പാരമ്പര്യ രോഗങ്ങൾ കൊണ്ടും വ്യായാമം എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുന്നു. നമ്മളിൽ പലരും ജിമ്മിൽ പോകുന്നവരായിരിക്കുമല്ലോ. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല, മറിച്ച് ജിമ്മിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ളതാണ്. പുതുതായി ജിമ്മിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ സിജു മുഹമ്മദ്. ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കൈറോപ്രാക്ടർ. നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ നിങ്ങളുടെ ട്രെയിനറുമായി ഷെയർ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. പല ആളുകൾക്കും പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ആക്സിഡൻറ്റ് ഇഞ്ചുറീസ്, ബോൺ ഫ്രാക്ചേഴ്സ്, ഷോൾഡർ ഡിസ്ലൊക്കേഷൻ, PCOD, തൈറോയിഡ്, ഡയബറ്റീസ്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബാക്കപ്പ് ഹിസ്റ്ററീസ് ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ട്രെയിനറുമായി ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ ഇഞ്ചുറി മാനേജ്മെൻറ്റിന് പറ്റിയ ഒരു വർക്കൗട്ട് ഷെഡ്യൂൾ പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ ഏറ്റവും അധികം നമ്മെ സഹായിക്കുന്ന ഒന്നാണ് കൺസിസ്റ്റൻസി. നല്ല ഹാർഡ് വർക്കും നല്ല ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു ഫിസിക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് 1-2 ആഴ്ച കൊണ്ടോ മാസം കൊണ്ടോ സംഭവിക്കുന്ന ഒന്നല്ല. ഏതെങ്കിലും ഒരു നല്ല മോഡലിൻ്റെയോ അല്ലെങ്കിൽ നല്ലൊരു മൂവി ആക്ടറുടെയോ ഫിസിക്ക് കണ്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നവർ അവർ അതിന് വേണ്ടി എടുത്ത ഹാർഡ് വർക്കും എഫർട്ടും എത്രത്തോളം ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. നമ്മുടെ ബോഡിയുടെ ചേഞ്ചസ് മനസ്സിലാക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 100 ദിവസമെങ്കിലും ഒരു ദിവസം പോലും മുടങ്ങാതെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും ഹാർഡ് വർക്കും ചേർത്ത് പിടിച്ചാൽ ഏതൊരു ഗോളും നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഡ്രസ് കോഡിന് മുഖ്യമായ ഒരു പങ്കുണ്ട്. ഇറുകിയതും അതുപോലെ തന്നെ പോളിസ്റ്റർ മെറ്റീരിയലും എല്ലാം നമ്മുടെ സ്കിൻ അലർജിക്ക് കാരണമാകും എന്നതുകൊണ്ട് തന്നെ കുറച്ച് അയഞ്ഞതും അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലായ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായ ഒന്നാണ് ടവൽ. ജിമ്മിൽ ഒരുപാട് ആളുകൾ വർക്കൗട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ വിയർപ്പ് മൂലമുണ്ടാകുന്ന പല പ്രോബ്ലംസിനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർ നിർബന്ധമായും ടവൽ ഉപയോഗിക്കുക. ഷൂസ് ഉപയോഗിക്കുന്നവർ ഗുണനിലവാരം കുറഞ്ഞ ഷൂസുകൾ അവരുടെ പോസ്റ്ററിനെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. അത് നമ്മുടെ ആങ്കിൾ പെയിനിന് അതുപോലെ തന്നെ നീ പെയിനിന് നടുവേദനയ്ക്ക് എല്ലാം കാരണമായി തീരും എന്നതുകൊണ്ട് തന്നെ ഷൂ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഷൂ നോക്കി അവരുടെ കാലിന് യോജിച്ചതും അതുപോലെ അവരുടെ ആവശ്യത്തിനനുസരിച്ചതുമുള്ള ടോപ്പ് ബ്രാൻഡ് ഷൂ നോക്കി സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സമയക്കുറവ് മൂലമോ മടി മൂലമോ ഒട്ടുമിക്ക ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ഒന്നാണ് വാമപ്പ് അതുപോലെ തന്നെ കൂൾ ഡൗൺ എക്സസൈസ്. പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണ് എത്ര നേരം വാമപ്പ് ചെയ്യണം എന്നത്. അത് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനെയും അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിനെയും ഡിപ്പെൻഡ് ചെയ്താണ് സെറ്റ് ചെയ്യുക. ഇനാക്റ്റീവായ ഓർഗൻസിനെയും ജോയിൻസിനെയും ആക്റ്റീവ് ആക്കിയെടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ഒരു 10 മിനിറ്റ് എയറോബിക് എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് ജോയിൻറ്റ് റൊട്ടേഷൻ എക്സസൈസ് ചെയ്യുക. പിന്നെ ചില ആളുകൾക്കുള്ള ഒരു സംശയമാണ് വാമപ്പിൻ്റെ ഡ്യൂറേഷൻ, സമയം എത്ര സമയം ചെയ്യണം. ചൂടുള്ള ഒരു കാലാവസ്ഥയിലാണെങ്കിൽ വളരെ കുറച്ചു നേരം വാമപ്പ് ചെയ്താൽ മതിയാകും. എന്നാൽ നേരെ മറിച്ച് തണുപ്പുള്ളതും അല്ലെങ്കിൽ മഴയുള്ളതുമായ കാലാവസ്ഥയാണെങ്കിൽ കുറച്ച് അധിക നേരം വാമപ്പ് ചെയ്യുക. പിന്നെ ഓവർ വാമപ്പ് ചെയ്ത് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നതിനുള്ള സ്ട്രെങ്ത് കുറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കൂൾ ഡൗൺ സ്ട്രെച്ചിങ്ങും. നമ്മുടെ ബോഡിയുടെ മസിൽ റിക്കവറിക്കും അതുതന്നെ ഫ്ലെക്സിബിലിറ്റിക്കും കൂൾ ഡൗൺ സ്ട്രെച്ചിങ്ങും വളരെ അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ കൂൾ ഡൗൺ സ്ട്രെച്ചിങ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. വർക്കൗട്ട് പോലെയും ഡയറ്റ് പോലെയും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് റെസ്റ്റ്. നിങ്ങൾ റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ യു ആർ മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക്. നിങ്ങളൊരു ബിഗിനറാണ് എങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം റെസ്റ്റും അതുപോലെ തന്നെ ഒരു 8 മണിക്കൂർ ഉറക്കവും നിർബന്ധമായും എടുക്കുക. എങ്കിൽ മാത്രമേ നമ്മളുടെ ആ ഒരു മസിൽ റിക്കവറി കംപ്ലീറ്റ് ആവുകയുള്ളൂ. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ ഇഞ്ചുറീസ് സംഭവിക്കുന്നു. ഈ ഇഞ്ചുറീസ് റിപ്പയർ ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യുക, മസിൽ ബിൽഡ് ചെയ്യുന്നത്. ഇതിന് റെസ്റ്റ് വളരെ അനിവാര്യമായ ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജിമ്മിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.
ഇനിയും ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.